പുനലൂരിലുള്ള സ്റ്റാൻലിയുടെ തറവാട് വീട്ടിലേക്ക് പോകുവാൻ വേണ്ടി ഔതക്കുട്ടിച്ചായനോട് അലീന ചോദിക്കുന്നുണ്ട്. വല്യപ്പച്ചൻ എന്നെ പുനലൂർക്ക് കൊണ്ടുപോകണം, എനിക്ക് എല്ലാവരെയും അവിടെ വന്നിട്ട് കാണണം, പ്രത്യേകിച്ച് ഷെർനാൻറ്റിയെ കാണണം, എന്നിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം, എനിക്കതൊരു കൂട്ടുമാകുമല്ലോ. എന്തായാലും പപ്പയോട് ചോദിച്ച് ഞാൻ സമ്മതം വാങ്ങിവെക്കും. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നമ്മൾ ഒരുമിച്ച് പുനലൂർക്ക് പോകും. അലീനയുടെ തീരുമാനത്തിന്റെ മുമ്പിൽ ഔതക്കുട്ടിച്ചായന് മറുത്തൊന്നും പറയുവാൻ തോന്നിയില്ല. അടുത്ത ദിവസം രാവിലെ തന്നെ അലീന പുനലൂർക്ക് പോകുവാനുള്ള അനുവാദം ചോദിക്കുവാൻ സ്റ്റാൻലിയുടെ മുറിയിലേക്ക് എത്തുന്നുണ്ട്. ആ സമയത്ത് കമ്പ്യൂട്ടർ ഓൺ ചെയ്തു വെച്ച് ഇമെയിൽ പരിശോധിക്കുകയും ചിലർക്കൊക്കെ മറുപടി ടൈപ്പ് ചെയ്യുകയും ചെയ്യുകയായിരുന്നു സ്റ്റാൻലി. ഡോർ ഹാൻഡിൽ തിരിക്കുന്ന ശബ്ദം കേട്ട് അയാൾ മുഖം തിരിച്ചു നോക്കി. ഡോർ ഹാൻഡിൽ നിന്നും പിടിവിടാതെ വാതിൽ പാതി തുറന്നു പിടിച്ച് നിൽപ്പാണ് അലീന. അവൾ ചോദിക്കുകയാണ്, പപ്പ ബിസിയാണോ? ആണെങ്കിലെന്താ? എന്നാ ഞാൻ പിന്നെ വരാം, എപ്പോഴാ ഫ്രീ ആകുന്നെന്ന് പറഞ്ഞാൽ മതി. ഇവിടെ വാ, പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പോ. അലീന മടിച്ചു അകത്തേക്ക് ചെന്നു. അപ്പോൾ സ്റ്റാൻലി, സിറ്റ് ഡൗൺ. സ്റ്റാൻലിക്ക് അഭിമുഖമായിട്ടുള്ള കസേരയിൽ അലീന ഇരുന്നു. ആ, എന്താ ചോദിക്കാനുള്ളത്? വളച്ചുകെട്ടും മുഖവുരയും ഒന്നും എനിക്കിഷ്ടമല്ല, നേരെ വിഷയത്തിലേക്ക് വരണം. അലീന കസേര കയ്യിൽ തലോടിക്കൊണ്ട് പറയുകയാണ്, എനിക്ക് പപ്പയുടെ വീട്ടിലൊന്ന് പോകണം. അത്രയും കേട്ടപ്പോഴേക്കും സ്റ്റാൻലി കണ്ണു മിഴിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, എവിടെ? പുനലൂര്, പപ്പയുടെ തറവാട്ടിൽ. ഏയ്, അതൊന്നും ശരിയാവില്ല, അവിടേക്കൊന്നും പോകണ്ട. പോയാൽ എന്താ പപ്പ? പോകണ്ടെന്ന് പറഞ്ഞാൽ പോകണ്ട, കൂടുതൽ കാര്യങ്ങളൊന്നും ചോദിക്കണ്ട. അതെൻ്റെ വല്യപ്പച്ചൻ്റെ വീടല്ലേ പപ്പ, അവിടെ പോയി എനിക്ക് എല്ലാവരെയും കാണണ്ടേ? ആ പറയുന്ന വാക്ക് ശ്രദ്ധിക്കാതെ സ്റ്റാൻലി കമ്പ്യൂട്ടറിന്റെ നേരെ തന്നെ തിരിഞ്ഞിരുന്ന് ജോലി തുടർന്നു. അലീന എഴുന്നേറ്റ് വാതിലിന് നേർക്ക് നടന്നു. വാതിൽക്കൽ ചെന്ന് നിന്നിട്ട് അവൾ സ്റ്റാൻലി ഒന്ന് നോക്കി. സ്റ്റാൻലിയും ആ നിമിഷം മുഖം തിരിച്ച് അവളെ നോക്കി. അലീന മെല്ലെ വാതിലടച്ചു. സ്റ്റാൻലി വീണ്ടും തന്റെ ജോലിയിൽ വ്യാപൃതനാവുകയാണ്. 8:30 മണിയായപ്പോൾ ആൻ്റപ്പൻ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാൻ സ്റ്റാൻലിയെ വിളിച്ചു. അയാൾ ചോദിക്കുന്നുണ്ട്, അലീന എവിടെ? കിച്ചണിലുണ്ടായിരുന്നു, എന്നോട് പറഞ്ഞു സാബിനെ വിളിക്കാൻ. സാധാരണ അലീനയാണല്ലോ എന്നെ വന്ന് വിളിക്കാറ്. ഇത് പറഞ്ഞിട്ട് സ്റ്റാൻലി എഴുന്നേറ്റ് ഊണുമുറിയിൽ ചെന്നു. ഭക്ഷണം മേശപ്പുറത്ത് റെഡി ആയിട്ടുണ്ട്. ആൻ്റപ്പൻ പ്ലേറ്റുകളൊക്കെ എടുത്തു വെച്ചു കൊടുത്തു. ഉടനെ സ്റ്റാൻലിയുടെ നിർദ്ദേശം വന്നു, അപ്പച്ചനെയും അലീനയും വിളിക്ക്. ആൻ്റപ്പൻ അകത്തേക്ക് കയറിപ്പോയി. അല്പം കഴിഞ്ഞപ്പോൾ ഔതക്കുട്ടിച്ചായൻ മാത്രം വന്നു. ഇതെന്താണ്, നിങ്ങളാരും ഭക്ഷണം കഴിക്കുന്നില്ലേ? കുറച്ച് കഴിഞ്ഞിട്ടേ കഴിക്കുന്നുള്ളൂ. അതെന്തു പറ്റി? അലീനയുടെ മുറിയിലെ ടൈം പീസ് വളരെ സ്ലോ ആയിരിക്കുകയാണ്. അതിന് 8 മണിയേ ആയിട്ടുള്ളൂ. ഇനിയും 1/2 മണിക്കൂറും കൂടിയുണ്ട് ഭക്ഷണത്തിന്റെ സമയമാകാൻ. ആഹാ, അങ്ങനെയാണെങ്കിൽ പിന്നെ അതങ്ങ് കറക്റ്റ് ചെയ്താൽ പോരെ? ഇനിയിപ്പോൾ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെന്നാണ് അവൾ പറഞ്ഞത്. സ്റ്റാൻലിക്ക് കാര്യം മനസ്സിലായി. പുതിയ സമരമുറ ആരംഭിച്ചിരിക്കുകയാണ്. അല്ല, അപ്പച്ചൻ കഴിക്കുന്നില്ലേ? ഞാനും അവളുടെ കൂടെ കഴിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ അവൾ ഒറ്റയ്ക്കായി പോകത്തില്ലേ? അതും സ്റ്റാൻലിക്ക് പിടികിട്ടി. 2 പേരും കൂടിയുള്ള ഒത്തുകളിയാണ്. അപ്പോൾ ഔതക്കുട്ടിച്ചാൻ പറയുകയാണ്, നീ കഴിച്ചോ, ഞങ്ങൾ പിന്നെ കഴിച്ചോളാം. സ്റ്റാൻലി തരിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുവാൻ തുടങ്ങി. ഭക്ഷണം വളരെ നന്നായിട്ടുണ്ട്. പക്ഷേ സ്റ്റാൻലിക്ക് എന്തോ ഒരു പോരായ്മ തോന്നി. ഇങ്ങനെയല്ല പതിവ്. തൻ്റെ അരികിൽ താൻ ഭക്ഷണം കഴിക്കുമ്പോൾ അലീനയും വന്നിരിക്കുമായിരുന്നു. അവളുടെ കൈകൊണ്ട് തന്നെ വിളമ്പിത്തന്ന് കഴിപ്പിക്കുമായിരുന്നു. എല്ലാറ്റിനും അവളുടെ സ്നേഹസമ്പൂർണമായൊരു നിയന്ത്രണമുണ്ടായിരുന്നു. കത്തിയും മുള്ളും ഡൈനിങ് ടേബിളിൽ നിന്നും അവൾ നീക്കം ചെയ്തു. പക്ഷെ ഇപ്പോഴിതാ എല്ലാം തിരികെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. സ്റ്റാൻലി ആഹാരം കഴിക്കുന്നത് പാതി വഴിക്ക് നിർത്തിയിട്ട് എഴുന്നേറ്റു. അപ്പോൾ ആൻ്റപ്പൻ, അയ്യോ, കേണൽ സാബ് ഒന്നും കഴിച്ചില്ലല്ലോ. ആര് പറഞ്ഞു കഴിച്ചില്ലെന്ന്? എനിക്ക് വേണ്ടത്രയും ഞാൻ കഴിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഊണ് കഴിക്കുവാനിരുന്നപ്പോഴും സ്റ്റാൻലി തനിച്ചായിരുന്നു. അയാൾ ആൻ്റപ്പനോട് ചോദിച്ചു, രാവിലെ എപ്പോഴെങ്കിലും അവർ 2 പേരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നോ? ഓ ഉവ്, 9 മണിക്ക് 2 പേരും കൂടി വന്ന് കഴിച്ചു. ആ ശരി. തുടർന്ന് സ്റ്റാൻലി തനിച്ചിരുന്ന് ഊണ് കഴിച്ചു. 3 മണിയായപ്പോൾ അയാൾ വന്ന് അലീനയെ വിളിച്ചു. ഡ്രൈവിംഗ് പഠിക്കാൻ പോണ്ടേ? അലീന പരിഭവത്തോടു കൂടി സ്റ്റാൻലിയുടെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് പറയുക, വേണ്ടല്ലോ. ആഹാ, നീയല്ലേ എന്നോട് ആവശ്യപ്പെട്ടത് ഡ്രൈവിംഗ് പഠിക്കണമെന്ന്? 2 ദിവസം അലീന സ്റ്റാൻലിയുടെ പിന്നാലെ നടന്ന് കെഞ്ചിയിട്ടാണ് അയാൾ ഡ്രൈവിംഗ് പഠിപ്പിക്കാമെന്ന് സമ്മതിച്ചത് തന്നെ. അപ്പോൾ അലീന പറയുകയാണ്, ഇപ്പൊ തോന്നുക ഒന്നും വേണ്ടെന്ന്. ഓ ശരി, വേണ്ടെങ്കിൽ വേണ്ട, പഠിക്കണ്ട. ഇത്രയും പറഞ്ഞിട്ട് സ്റ്റാൻലി മടങ്ങിപ്പോയി. അപ്പോൾ ഔതക്കുട്ടിച്ചാൻ, ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഇനി അവൻ നിന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കുമോ മോളെ? അലീനയ്ക്ക് അല്പം വിഷമം തോന്നി. അലീന ഔതക്കുട്ടിച്ചായനോട് ചോദിക്കുകയാണ്, വല്യപ്പച്ചൻ്റെ മോനെന്താ വല്യപ്പച്ച ഇങ്ങനെ? ഒരു മനസ്സലിവുമില്ലല്ലോ. ഞാൻ എത്ര സ്നേഹമായിട്ടാ പപ്പയ്ക്ക് ഇഷ്ടമുള്ളതൊക്കെ വെച്ചു വിളമ്പി കൊടുത്തോണ്ടിരിക്കുന്നത്. പപ്പയ്ക്കും വലിയ സന്തോഷമായിരുന്നില്ലേ? എന്നിട്ടിപ്പം കണ്ടോ, ഞാൻ അടുത്തില്ലാഞ്ഞിട്ടും പപ്പ ഇരുന്ന് കഴിച്ചിട്ട് എഴുന്നേറ്റ് പോയി. എന്തുമാത്രം സങ്കടത്തോടു കൂടിയാണ് ഞാൻ മാറി നിന്നതെന്ന് പോലും പപ്പ ഓർക്കുന്നില്ല. മോളെ, നീ സങ്കടപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല. അവൻ്റെ സ്വഭാവം അങ്ങനെയായിപ്പോയി. ചില മനുഷ്യരിങ്ങനെയാണ്. നമുക്കൊരു തരത്തിലും അവരെ ശരിപ്പെടുത്തിയെടുക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളപ്പോൾ പിന്നെ നമ്മൾ അതുമായിട്ട് അങ്ങ് പൊരുത്തപ്പെട്ടു പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഔതക്കുട്ടിച്ചായൻ അലീനയെ ആശ്വസിപ്പിക്കുകയാണ്.
പക്ഷെ രാത്രി ഭക്ഷണത്തിന് മുമ്പ് സ്റ്റാൻലി അലീനയുടെ മുറിയിലേക്ക് വന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, നിന്റെ ടൈം പീസ് എവിടെ? അലീന TV സ്റ്റാൻഡിലേക്ക് ചൂണ്ടിക്കാണിച്ചു. സ്റ്റാൻലി ചെന്ന് ടൈം പീസ് എടുത്ത് നോക്കി. അതിന്റെ സൂചികൾ ചലിക്കുന്നുണ്ട്. പക്ഷെ സമയം അരമണിക്കൂർ പിന്നോട്ടാക്കി വെച്ചിരിക്കുകയാണ്. സ്റ്റാൻലി അതെടുത്ത് കറക്റ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് പറയുകയാണ്, ഇപ്പോൾ സമയം കൃത്യമാണ്. പക്ഷേ അലീന ഒന്നും മിണ്ടിയില്ല. സ്റ്റാൻലി ഊണുമുറിയിലേക്ക് പോയി. അവിടെ അല്പസമയം ചുറ്റിപ്പറ്റി നിന്നു. ആൻ്റപ്പൻ ഭക്ഷണം എടുത്തു വെച്ചെങ്കിലും സ്റ്റാൻലിക്ക് കഴിക്കാൻ തോന്നിയില്ല. അയാൾ ഒന്നും മിണ്ടാതെ തിരിച്ചുപോയി. ആൻ്റപ്പൻ അലീനയെ സമീപിച്ചിട്ട് പറയുകയാണ്, കേണൽ സാബ് ഒന്നും കഴിക്കാതെ പോയി കളഞ്ഞല്ലോ കുഞ്ഞെ. ഉടനെ അലീന ഊണുമുറിയിലേക്ക് ചെന്ന് നോക്കി. സംഗതി ശരിയാണ്. അവൾ ഉടൻ തന്നെ സ്റ്റാൻലിയുടെ മുറിയിലേക്ക് എത്തി. അയാൾ മദ്യപിക്കുവാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു. മദ്യക്കുപ്പിയും ഗ്ലാസും വെള്ളവും ഐസ് ക്യൂബുകളും സോഡയും എല്ലാം ടീപ്പോയിൽ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. മദ്യം ഗ്ലാസ്സിലേക്ക് ഒഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അലീന അകത്തേക്ക് കയറി ചെന്നു. പപ്പ എന്താ ഭക്ഷണം കഴിക്കാതെ പോയത്? സ്റ്റാൻലി അവളുടെ മുഖത്തേക്ക് നോക്കാതെ പറയുകയാണ്, എനിക്ക് വേണ്ടെന്ന് തോന്നി. അല്ല, അങ്ങനെ വേണ്ടെങ്കിൽ പിന്നെന്തിനാണ് ഊണുമുറിയിലേക്ക് വന്നത്? അവിടെ വന്നപ്പോഴാണ് എനിക്ക് വേണ്ടെന്ന് തോന്നിയത്. അങ്ങനെ തോന്നാൻ എന്താ പപ്പ കാരണം? അത് വിശപ്പില്ലാഞ്ഞിട്ടാവും. അപ്പോ പപ്പയ്ക്ക് കെറുവിക്കാനൊക്കെ അറിയാം അല്ലേ? എഴുന്നേറ്റ് വാ പപ്പ, നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം. എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? സ്റ്റാൻലിയുടെ മുഖഭാവത്തിലും സംസാരത്തിലും ഒട്ടും മയമില്ല. പക്ഷെ അലീന വിടുന്ന മട്ടില്ല. അവൾ വീണ്ടും പറയുകയാണ്, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, പപ്പ എഴുന്നേറ്റ് വരണം. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അലീന, നീ പോയി നിന്റെ പണി നോക്ക്. ഇത്രയും പറഞ്ഞിട്ട് അയാൾ വീണ്ടും മദ്യ ഗ്ലാസ് കയ്യിലെടുത്തു. പെട്ടെന്ന് അലീന ആ കൈത്തണ്ടയിൽ പിടുത്തമിട്ടു. എന്നിട്ട് അയാളുടെ മുഖത്തേക്ക് ദയനീയമായി നോക്കിക്കൊണ്ട് പറയുകയാണ്, പപ്പ പ്ലീസ്, നമുക്ക് ഒരുമിച്ച് പോയി ഭക്ഷണം കഴിക്കാം. പക്ഷെ സ്റ്റാൻലിക്ക് ഒരയവുമില്ല. അലീനയുടെ വിരലുകൾ ക്രമേണ ദുർബലമായി. സ്റ്റാൻലി ഗ്ലാസ് ഉയർത്തിയതോടെ അവൾ കയ്യിൽ നിന്നും പിടുത്തം വിട്ടു. സ്റ്റാൻലി മദ്യം കുറേശ്ശെയായി സിപ്പ് ചെയ്തു. പതുക്കെ പതുക്കെ ഗ്ലാസ് മുഴുവൻ കാലിയാക്കി. അടുത്ത പെഗ്ഗൊഴിക്കുവാൻ തുടങ്ങിയപ്പോൾ അവൾ വീണ്ടും സ്റ്റാൻലിയുടെ കൈത്തണ്ടയിൽ പിടിച്ചു. പപ്പ പ്ലീസ്, എഴുന്നേറ്റ് വാ. ഇല്ല, ഞാൻ വരില്ല. അലീനയ്ക്ക് കരച്ചിൽ വന്നു. പപ്പ സോറി, എനിക്ക് പുനലൂർക്ക് പോകണ്ട, ആരെയും കാണണ്ട, എനിക്കൊന്നും വേണ്ട. പപ്പ എൻ്റെ കൂടെ വന്നിരുന്ന് ഭക്ഷണം കഴിച്ചാൽ മാത്രം മതി. ഒന്ന് വാ പപ്പ പ്ലീസ്. സ്റ്റാൻലി കയ്യിലെടുത്ത മദ്യക്കുപ്പി ടീപ്പോയിലേക്ക് വെച്ചു. ഞാൻ സോറി പറഞ്ഞില്ലേ പപ്പ, ഞാൻ തോറ്റു തന്നില്ലേ, ഇനി എന്തിനാ എന്നോട് ഈ വാശി? സ്റ്റാൻലി അവളുടെ വിതുമ്പുന്ന മുഖത്തേക്ക് നോക്കി. ഏതോ ഒരു ഓർഫനേജിന്റെ വരാന്തയിൽ വിദൂരതയിലേക്ക് കണ്ണയച്ച് ആരെയോ കാത്തിരിക്കുന്ന ഒരു പെൺകുഞ്ഞിന്റെ രൂപം അലീനയുടെ മുഖത്തിനപ്പുറത്ത് അയാൾ കണ്ടു. കയ്യിലിരുന്ന ഗ്ലാസ് സ്റ്റാൻലി ടീപ്പോയിലേക്ക് വെച്ചു. എന്നിട്ട് ഓക്കെ എന്ന് പറഞ്ഞ് സ്റ്റാൻലി മെല്ലെ എഴുന്നേൽക്കുകയാണ്. അയാളെ എഴുന്നേൽക്കുവാൻ അലീന സഹായിച്ചു. കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അപ്പോഴും അവളുടെ കണ്ണ് നിറഞ്ഞു കവിഞ്ഞിരുന്നു. സ്റ്റാൻലി പെട്ടെന്നൊരു തൂവാല എടുത്തു കൊടുത്തു. ഈ കണ്ണുനീരെല്ലാം തുടച്ചിട്ട് മുറിയിൽ നിന്നിറങ്ങിയാൽ മതി. അലീന അത് വാങ്ങി കണ്ണും മുഖവും ഒക്കെ തുടച്ചു. അനന്തരം സ്റ്റാൻലിയും കൂട്ടി ഊണുമുറിയിലേക്ക് ചെന്നു. തുടർന്ന് അവൾ സ്റ്റാൻലിക്ക് ഭക്ഷണം വിളമ്പി. അല്പം കഴിഞ്ഞപ്പോൾ ഔതക്കുട്ടിച്ചായനും വന്നു ചേർന്നു. ഭക്ഷണം കഴിച്ചു തുടങ്ങിയപ്പോൾ സ്റ്റാൻലിക്ക് തോന്നി ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും നഷ്ടപ്പെട്ട രുചിയെല്ലാം തിരിച്ചു കിട്ടിയിരിക്കുന്നുവെന്ന്. ഇടയ്ക്ക് അയാൾ അലീനയോട് പറയുകയാണ്, ഞാൻ നിന്നോട് പോകണ്ടെന്ന് പറഞ്ഞത് അവിടെയുള്ളവർക്ക് നിന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ്. എൻ്റെ അനുജന്മാർക്കും അവരുടെ ഭാര്യമാർക്കും നീ ഒരു പരിഹാസപാത്രമായിരിക്കും. അയ്യോ പപ്പ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ പോകുന്നില്ലെന്ന്. ഇനി അതിനെപ്പറ്റി സംസാരിക്കണോ? മോളെ, ഇഷ്ടമില്ലാത്തവരുടെ ഇടയിൽ നീ വിഷമിച്ചു പോകും. അതുകൊണ്ടാണ് ഞാൻ പോകണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ, എന്നും ഇങ്ങനെ ഇഷ്ടക്കേടിലൊക്കെ ഇരുന്നാൽ മതിയോ? ഈ ഇഷ്ടക്കേടൊക്കെ ഒന്ന് മാറണ്ടേ? അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടും കേട്ടും വർത്തമാനം പറഞ്ഞൊക്കെ അല്ലേ അത് മാറേണ്ടത്. അങ്ങനെ എൻ്റെ മോളെ ആരും അവിടെ ഇട്ട് തട്ടിക്കളിക്കണ്ട, എനിക്കത് ഇഷ്ടമല്ല. ആര് തട്ടിക്കളിക്കുന്നു? നിന്റെ പറച്ചിൽ കേട്ടാൽ തോന്നുമല്ലോടാ ഇവളങ്ങോട്ട് പുനലൂർക്ക് ചെല്ലേണ്ട താമസം എല്ലാവരും കൂടി ഇവളുടെ മേലെ അങ്ങോട്ട് ചാടി വീണ് കടിച്ചു കീറാൻ നിൽക്കുകയാണെന്ന്. നിന്റെ മോളുടെ ദേഹത്ത് തൊടാൻ നിന്റെ അനുജന്മാരിൽ ആരെങ്കിലും ധൈര്യപ്പെടുവോടാ ലാലിച്ച? ഈ മുറ്റത്ത് കാലുകുത്തരുതെന്ന് പറഞ്ഞ് ആരെങ്കിലും അവളെ ഇറക്കി വിടുവോ? അങ്ങനൊന്നും ചെയ്യില്ലായിരിക്കും. പക്ഷേ ചില കുത്തുവാക്കുകളൊക്കെ പറഞ്ഞെന്നിരിക്കും, അത് കേൾക്കണ്ട. ഇവളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ആർക്കെങ്കിലും കുത്തുവാക്ക് പറയാൻ തോന്നുവോ ലാലിച്ച? അല്ലപ്പച്ച, എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. അപ്പച്ചന് വേറെ ഒരു പണിയില്ലേ? അപ്പച്ചനാണോ ഇവളുടെ മനസ്സിൽ ഓരോന്നിങ്ങനെ കുത്തിവെക്കുന്നത്? അത്രയും കേട്ടപ്പോഴേക്കും ഔതക്കുട്ടിച്ചായന് ദേഷ്യം വന്നു. അയാൾ ചോദിക്കുകയാണ്, ആണെങ്കിൽ എന്താടാ? എന്നാടാ നീ വലിയ കേണലായത്? പെട്ടെന്ന് തന്നെ അലീന ഇടയിൽ കടന്ന് രണ്ടുപേരുടെ നേർക്ക് കൈകൂപ്പിക്കൊണ്ട് പറയുകയാണ്, ഒന്ന് നിർത്തണേ പ്ലീസ്. എൻ്റെ പേരും പറഞ്ഞ് നിങ്ങൾ രണ്ടുപേരും കൂടി വഴക്കടിക്കല്ലേ. എനിക്ക് പുനലൂർക്ക് പോകണ്ടെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ. എൻ്റെ സ്വന്തക്കാരെയൊക്കെ ഒന്ന് കാണാനും മിണ്ടാനും ഒരാഗ്രഹം തോന്നിപ്പോയി. ആരുമില്ലല്ലോ എന്ന് വിചാരിച്ചു 10-23 വർഷം അനാഥാലയത്തിൽ ജീവിച്ചതല്ലേ. എല്ലാവരും ഉണ്ടെന്നറിഞ്ഞപ്പോൾ കാണാൻ ഒരു കൊതി തോന്നി. ഇപ്പോൾ അതും ഞാനങ്ങ് പിൻവലിച്ചു. ഇനി എന്തിനാ വഴക്ക്? എനിക്ക് എങ്ങോട്ടും പോകണ്ട. ഇവിടെ ഉള്ളവരെങ്കിലും സമാധാനമായിട്ടിരുന്നാൽ മാത്രം മതി. അലീന അത്രയും പറഞ്ഞതോടെ ഊണുമേശയിൽ ഒരു നിശബ്ദത കളിയാടുവാൻ തുടങ്ങി. ഔതക്കുട്ടിച്ചായൻ ധൃതിയിൽ ആഹാരം കഴിച്ച് എഴുന്നേറ്റ് പോയി.
സ്റ്റാൻലിയുടെ ഭക്ഷണത്തിൻ്റെ വേഗത കുറഞ്ഞു. ആഹാരം കഴിക്കുന്നതിനിടയിൽ പപ്പ എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ടെന്ന് അലീനയ്ക്കും തോന്നി. ഭക്ഷണത്തിന് ശേഷം അയാൾ എഴുന്നേറ്റ് പോയി കൈ കഴുകി ടവൽ കൊണ്ട് കൈ തുടച്ചിട്ട് ആവശ്യത്തിലധികം സമയം പിന്നെയും ആ ഡൈനിങ് ടേബിളിൻ്റെ അരികിൽ നിന്നു. അലീന പാത്രങ്ങളെല്ലാം പെറുക്കി കിച്ചണിലേക്ക് കൊണ്ടുപോയി. സ്റ്റാൻലി ഊണുമുറിയിൽ അല്പനേരം ചുറ്റിപ്പറ്റി നിന്നിട്ട് കിച്ചണിൻ്റെ വാതിക്കലെത്തി. പെട്ടെന്ന് അവിടെ സ്റ്റാൻലിയെ കണ്ടപ്പോൾ അലീന ചോദിക്കുകയാണ്, എന്താ പപ്പ, എന്തു പറ്റി? എന്തെങ്കിലും ആവശ്യമുണ്ടോ? ചൂടുവെള്ളം അങ്ങനെ വല്ലതും? ഒന്നും വേണ്ട. ഇവിടെ നിനക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഇല്ലേ? ഇല്ല, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. സ്റ്റാൻലി തിരികെ വീണ്ടും ഊണുമേശയ്ക്കടുത്തേക്ക് വന്നു. അവിടെ അല്പസമയം നിന്നിട്ട് പിന്നെയും കിച്ചൻ്റെ വാതിക്കലേക്ക് ചെന്നു. അലീനയ്ക്ക് അത് കണ്ടപ്പോൾ ആശ്ചര്യമായി പോയി. അലീന വീണ്ടും ചോദിക്കുകയാണ്, ഈ പപ്പയ്ക്ക് എന്തു പറ്റി? ഭക്ഷണം കഴിച്ചാൽ ഉടനെ ഊണുമുറിയിൽ നിന്നും പോകുന്നതാണല്ലോ പതിവ്. അത് കേട്ടുകൊണ്ട് സ്റ്റാൻലി ജോസഫ് അവളുടെ മുഖത്തേക്ക് നോക്കി ശാന്തമായിട്ട് വിളിക്കുകയാണ്, അലീന. അവൾ പെട്ടെന്ന് സ്റ്റാൻലിയുടെ അടുത്തേക്ക് ചെന്നു. ഞാൻ പറഞ്ഞത്, നീ പുനലൂരിലേക്ക് ചെന്നാൽ അവിടെ ഒറ്റപ്പെട്ടു പോകും, മനസ്സിലായോ? പപ്പ തന്നെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിക്കുകയാണെന്ന് അലീനയ്ക്ക് പിടികിട്ടി. അവളുടെ കണ്ണുകളിൽ ഒരു നനവൂറി. എന്നിട്ട് പറയുകയാണ്, എനിക്ക് മനസ്സിലായി പപ്പ. സ്റ്റാൻലി പോകുവാൻ വേണ്ടി തിരിഞ്ഞു. പക്ഷെ 2 നിമിഷം വീണ്ടും എന്തോ ആലോചിച്ച് നിന്നു. എന്നിട്ട് പറയുകയാ, അല്ലെങ്കിൽ തന്നെ നീ പോയാൽ എൻ്റെ കാര്യമൊക്കെ ആര് നോക്കും? പൗലോസ് ആണെങ്കിൽ ഇതുവരെയും തിരിച്ചു വന്നിട്ടില്ല. പപ്പ, ഞാനതൊന്നും ഓർത്തില്ല, സോറി. സ്റ്റാൻലി മെല്ലെ നടന്നു നീങ്ങി. അലീന ജോലിയെല്ലാം ഒതുക്കി കിടപ്പറയിലെത്തി. അല്പം കഴിഞ്ഞപ്പോൾ സ്റ്റാൻലി അവിടേക്ക് ചെന്നു. അലീന അതിശയത്തോടെ പപ്പയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ സ്റ്റാൻലി പറയുകയാണ്, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നീ പുനലൂർക്ക് പോയിക്കോ. ഇനി അങ്ങനൊരു വിഷമം വെച്ചുകൊണ്ടിരിക്കണ്ട. നൊടിയിട കൊണ്ട് അലീനയുടെ മിഴികൾ നിറഞ്ഞു കവിഞ്ഞു. അവൾ പറയുകയാണ്, വേണ്ട പപ്പ, വേണ്ട. പപ്പയെ തനിച്ചാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും പോണില്ല. സ്റ്റാൻലി വീണ്ടും 1-2 നിമിഷം ആലോചിച്ചു നിന്നു. തുടർന്ന് പിന്നെയും പറയുകയാണ്, ഞാനും വരാം നിന്റെ കൂടെ. അതുപോലെ. അത്രയും കേട്ടപ്പോഴേക്കും അവൾക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയി. അലീന ഒരൊറ്റ കരച്ചിലോടെ അയാളുടെ തോളത്തേക്ക് മുഖം അമർത്തി കളഞ്ഞു. അടുത്തതായി കാണുന്നത് പുനലൂരിലേക്ക് അവരെത്തുന്ന കാഴ്ചയാണ്. കൊട്ടാരമറ്റത്തിൽ എന്നെഴുതിയ പഴയ ഇരുമ്പ് ഗേറ്റ്, റബ്ബർ ഇലകൾ മൂടിയ മൺപാത, അതിനിരുവശവും കല്ലുകൊണ്ട് പണിത കയ്യാല, ചുറ്റോട് ചുറ്റും റബ്ബർ മരങ്ങൾ, റബ്ബർ തോട്ടത്തിന് നടുവിലൂടെ ഒരു കനാൽ പോലെ നീളുന്ന റോഡ്. രേവതിക്കുട്ടി പറഞ്ഞു കൊടുത്തിരുന്നത് പോലെ തന്നെ എല്ലാം. കാറിലിരുന്ന് അലീന അത്ഭുതത്തോടു കൂടി അത് ഓർത്തു. ചുറ്റുമതിൽ കെട്ടും കടന്ന് കാർ വീട്ടുമുറ്റത്തെത്തി നിന്നു. കാറിൽ വന്നത് ആരാണെന്ന് നോക്കുവാൻ ഒരു സ്ത്രീ സിറ്റൗട്ടിലേക്ക് ഇറങ്ങി വന്നു. അവതക്കുട്ടിച്ചായൻ ഡോർ തുറന്ന് കാറിൽ നിന്നും ആദ്യം പുറത്തേക്ക് ഇറങ്ങി. ആഹാ, അപ്പച്ചനിത് എവിടെ പോയി കിടക്കുകയായിരുന്നു ഇത്രയും നാളും? ഇവിടെ എന്തെല്ലാം കാര്യങ്ങളുള്ളതാ. റോബിച്ചാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും മാറണമെങ്കിൽ ആരുണ്ടപ്പച്ച ഈ വീട്ടിൽ? മകളൊരുത്തിയാണെങ്കിൽ തലയ്ക്ക് വെളിവില്ലാതെ അകത്ത് കിടക്കുന്നു. അവതക്കുട്ടിച്ചായന്റെ നേരെ വാചാലയാകുവാൻ തുടങ്ങിയ ആൻസി പെട്ടെന്ന് ഷോക്കടിച്ചതുപോലെ നിന്നുപോയി. കാരണം അടുത്തതായി ഡോർ തുറന്ന് സ്റ്റാൻലി ജോസഫ് പുറത്തിറങ്ങി. അത് കണ്ടപ്പോഴേക്കും അവരൊന്ന് പതറി. പിന്നാലെ അലീനയും ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. ആൻസിയുടെ നോട്ടം അലീനയ്ക്ക് മേൽ വീണു. അവൾ ആശ്ചര്യത്തോടെ ഒരു ചുവട് പിന്നോക്കം നീങ്ങി. തുടർന്ന് അലീനയെ നോക്കി ചെറുതായിട്ടൊന്ന് മന്ദഹസിച്ചു. അപ്പോൾ അവതക്കുട്ടിച്ചായൻ, എന്തിയടി നിന്റെ കെട്ടിയോൻ? അത് പിന്നെ ടൗണിലോട്ട് പോയതാ അപ്പച്ച. എപ്പോൾ വരും? അറിയാൻ മേല. ആൻസി ഉടനെ പിന്തിരിഞ്ഞ് അകത്തേക്ക് അങ്ങ് കയറിപ്പോയി. അപ്പോൾ അലീന ചോദിക്കുകയാണ്, അതാണോ വല്യപ്പച്ച റോബിച്ചായൻ്റെ ഭാര്യ? അത് നിനക്കെങ്ങനെ മനസ്സിലായി? അതിപ്പോൾ പ്രത്യേകിച്ച് റിസർച്ച് ഒന്നും നടത്തണ്ടല്ലോ, കണ്ടപ്പോൾ എനിക്ക് തോന്നി. ആ, എന്തായാലും കയറി വാ. അവതക്കുട്ടിച്ചായൻ മുൻപേ കയറി. പിന്നാലെ അലീന. സ്റ്റാൻലി മുൻവശത്തെ മുറ്റത്തുകൂടി നടന്ന് പരിസരങ്ങളൊക്കെ ഒന്ന് വീക്ഷിച്ചു. അയാൾ ജനിച്ചു വളർന്ന സ്ഥലമാണിത്. ആ പരിസരങ്ങളിൽ എവിടെയൊക്കെയോ അയാളുടെ ബാല്യവും കൗമാരവും പൊടിമൂടപ്പെട്ട് കിടക്കുകയാണ്. ഒരു ശീമച്ചാമ്പ, ഒരു മൈലാപ്പൂ മാവ്, ഒരു പച്ചില പ്ലാവ്, ഒരു അത്തിമരം, അതിരിലൊരു കുടപ്പന, പിന്നെ മേലെ പറമ്പിലെ കള്ളു ചെത്തുന്ന 3 ചൂണ്ടപ്പനകളും. ഇതൊക്കെയാണ് അടയാള ശേഷിപ്പുകൾ. പ്ലാത്തിമാവും പിരിയൻ ആഞ്ഞിലിയും കൂറ്റൻ നാട്ടുമാവും ഇരട്ടക്കൊമ്പൻ വരിക്കയുമെല്ലാം ഓരോരോ കാലങ്ങളിൽ അപ്രത്യക്ഷമായി. തുടർന്ന് സ്റ്റാൻലി ഇരിപ്പുമുറിയിലേക്ക് കയറി ചെന്നപ്പോൾ അലീനയും അവതക്കുട്ടിച്ചായനും അവിടെ ഇരിപ്പുണ്ട്. ഉടനെ ചോദിക്കുകയാണ്, നിങ്ങളെന്താണ് ഇവിടെ തന്നെ അങ്ങ് ഇരുന്ന് കളഞ്ഞത്? അപ്പോൾ അവതക്കുട്ടിച്ചായൻ, ചായയോ കാപ്പിയോ എന്തെങ്കിലും കിട്ടുമോ നോക്കാം, അതിലൊന്നറിയാം ഇവിടുത്തെ ഒരു കാലാവസ്ഥ എങ്ങനെയായിരിക്കും എന്നുള്ളത്. സ്റ്റാൻലി ഇത് കേട്ടുകൊണ്ട് കസേരയിലേക്ക് ഇരുന്നു. ഏതൊക്കെയോ സ്ത്രീകൾ ഡോർ കർട്ടൻ അപ്പുറം വരുന്നതും അതിൻ്റെ വിടവിലൂടെ നോക്കിയിട്ട് തിരിച്ചു പോകുന്നതും ഒക്കെ കാണാമായിരുന്നു. 10 മിനിറ്റ് കഴിഞ്ഞിട്ടും ആരും അവരോട് സംസാരിക്കാൻ വന്നില്ല. സ്റ്റാൻലി പത്രമെടുത്ത് മറച്ചു നോക്കിക്കൊണ്ടേയിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ അവതക്കുട്ടിച്ചായൻ അലീനയും കൂട്ടിക്കൊണ്ട് ആ കെട്ടിടത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് പോയി. പുതിയ കോൺക്രീറ്റ് കെട്ടിടത്തെയും പഴയ തറവാടിനെയും തമ്മിൽ വേർപിരിക്കുന്ന ഒരു ഇടനാഴിയിലൂടെ അവർ നടന്നു. അവിടെ വെച്ച് അവതക്കുട്ടിച്ചായൻ പറയുകയാണ്, ഇതാണ് എൻ്റെ മുറി. പൊക്കം കുറഞ്ഞ മരച്ചുവരുകളായിരുന്നു ആ മുറിക്ക്. അവയിൽ ധാരാളം കൊത്തുപണികളും ഉണ്ടായിരുന്നു. ജനൽ ഒരു കിളിവാതിലിനോളം ചെറുതായിരുന്നു. അവതക്കുട്ടിച്ചായൻ ലൈറ്റ് ഇട്ടപ്പോഴാണ് മുറിയിലെ കാഴ്ച വ്യക്തമായത്. പഴയൊരു കട്ടിൽ, മരക്കസേരകൾ, സ്റ്റൂള്, പഴയൊരു ടീപ്പോ, റേഡിയോ,
ടേപ്പ് റെക്കോർഡർ, ഫാൻ തുടങ്ങിയ സാമഗ്രികളൊക്കെയുണ്ട്. ചുമരിൽ ചില്ലിട്ട് ഫ്രെയിം ചെയ്ത് തൂക്കിയിരിക്കുന്ന ഫോട്ടോകൾ അലീനയെ വല്ലാണ്ടങ്ങ് ആകർഷിച്ചു. ആ ഫോട്ടോയിലേക്ക് അലീന നോക്കി നിൽക്കുന്നത് കണ്ടുകൊണ്ട് ഔതക്കുട്ടിച്ചായൻ ഒരു ഫോട്ടോയിലേക്ക് വിരൽ ചൂണ്ടി പറയുകയാ, ദാ ഇതാണ് ചിന്നമ്മ. അവൾ ആ ഫോട്ടോയിലേക്ക് സൂക്ഷിച്ചു നോക്കി. 45 വയസ്സ് തോന്നിക്കും. ചട്ടയും മുണ്ടും കസവ് നീരിതുമാണ് വേഷം. പിന്നെയും അലീന ചിന്നമ്മയുടെ പടങ്ങൾ പലതും കണ്ടു. അക്കൂട്ടത്തിൽ ഔതക്കുട്ടിച്ചായൻ്റെയും ചിന്നമ്മയുടെയും വിവാഹ ഫോട്ടോയും ഉണ്ടായിരുന്നു. അലീന അതിലുള്ള ചിന്നമ്മയെ കണ്ടു അതിശയം കൂറി. 14-15 വയസ്സുള്ള ഒരു ബാലിക. താൻ ആ പ്രായത്തിൽ ഇത്രത്തോളം മെലിഞ്ഞിട്ടില്ലായിരുന്നുവെന്ന് അവൾ ഓർത്തു. ഇനി 30 വയസ്സ് തോന്നിക്കുന്ന ഒരു ചിത്രമുണ്ട്. ആ ചിത്രത്തിലെ മുഖവും തൻ്റെ മുഖവും തമ്മിൽ അത്ഭുതകരമായ സാമ്യമുണ്ടെന്ന് അലീനയ്ക്ക് ബോധ്യപ്പെട്ടു. അലീന ആ ഫോട്ടോ ചുവരിൽ നിളക്കിയെടുത്തു. പ്രസന്നവതിയാണ് ചിന്നമ്മ. ശാന്തമായ കണ്ണുകളും സ്നേഹം വഴിയുന്ന നോട്ടവും സദാ മന്ദസ്മിതം തൂകുന്ന ചുണ്ടുകളും ആരെയും സ്നേഹത്തോടെ സ്വീകരിക്കുവാനും സ്നേഹത്തോടെ സംസാരിക്കുവാനും വെമ്പൽ കൊള്ളുന്ന മുഖഭാവവും. പെട്ടെന്ന് അലീനെ അറിയാതെ അവളുടെ കണ്ണുകളിൽ നനവൂറി. ഈ ചിന്നമ്മയാണ് തൻ്റെ സ്വഭാവത്തിനും രൂപത്തിനും ആധാരമായിരിക്കുന്നത്. ഔതക്കുട്ടിച്ചായനും ഒരു പരിധിവരെ കേണൽ സ്റ്റാൻലി ജോസഫും തന്നോട് കാണിക്കുന്ന സ്നേഹവാത്സല്യങ്ങളുടെ പിന്നിലെ പ്രഥമ വികാരവും ഈ ചിന്നമ്മ അവർക്ക് പകർന്നു നൽകിയ സ്നേഹസ്മരണകളും രൂപസാദൃശ്യവുമാണ്. അലീന ആ ഫോട്ടോയിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കുന്നത് കണ്ടുകൊണ്ട് ഔതക്കുട്ടിച്ചായൻ ചോദിച്ചു, ചിന്നമ്മയെ ഇഷ്ടപ്പെട്ടോ മോക്ക്? എന്ന് പറഞ്ഞുകൊണ്ട് അവൾ തലയാട്ടി. എന്നിട്ട് വീണ്ടും ഫോട്ടോയിലേക്ക് നോക്കി. പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയാണ്. എന്നാലും ഇന്നത്തെ കളർ ഫോട്ടോയേക്കാൾ ജീവനും മിഴിവുമുണ്ടെന്ന് അവൾക്ക് തോന്നി. ചിന്നമ്മ തൻ്റെ മുഖത്തേക്കാണ് നോക്കുന്നത്. തൻ്റെ നേർക്കാണ് പുഞ്ചിരി തൂക്കാൻ വെമ്പൽ കൊള്ളുന്നത്. യാതൊരു അപരിചിതത്വവുമില്ല, ഒട്ടും തന്നെ അകലമില്ല. ഞാൻ തന്നെയാണ് നീ, നീ തന്നെ ഞാനും. അലീന ഒരു നെടുവീർപ്പോടെ ആ ചിത്രം ചുമരിൽ തൂക്കി. അപ്പോൾ ഔതക്കുട്ടിച്ചായൻ പറയുകയാണ്, ഇതിനേക്കാൾ നല്ല പടങ്ങൾ ഉണ്ടായിരുന്നതാ, കുറേയൊക്കെ ദ്രവിച്ചുപോയി. ഓരോ മക്കളുടെയും ഫോട്ടോകളുണ്ട്, കുടുംബാംഗങ്ങൾ ഒന്നിച്ചുള്ള ചിത്രങ്ങളുണ്ട്. കുടുംബാംഗങ്ങൾ ഒന്നിച്ചുള്ള ചിത്രങ്ങളിലെല്ലാം ചിന്നമ്മ കൂടുതൽ സുന്ദരിയായി കാണപ്പെട്ടു. ഔതക്കുട്ടിച്ചായൻ്റെ ചെറുപ്പത്തിനാകട്ടെ പരുക്കൻ മുഖമാണുള്ളതെന്ന് അലീനയ്ക്ക് തോന്നി. ധാർഷ്ട്യവും അഹങ്കാരവും എടുത്തു നിൽക്കുന്ന മുഖം, വലിയ കട്ടിമീശയും തണ്ടും തടിയും, ആരെയും പോരിനു വെല്ലുവിളിക്കുന്ന മുഖഭാവവും. ഔതക്കുട്ടിച്ചായനും ചിന്നമ്മയും ഒന്നിച്ചുള്ള ഒരു ഫോട്ടോയിലേക്ക് നോക്കി അലീന കുസൃതി ചിരിയോടുകൂടി ചോദിക്കുകയാണ്, ഈ കടുവയുടെ കൂടെ ഈ പാവം ആട്ടിൻകുട്ടി എങ്ങനെ ജീവിച്ചു? ഉടൻ തന്നെ ഔതക്കുട്ടിച്ചായൻ്റെ മറുപടി വന്നു, അതിനെപ്പറ്റി ഓർക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും അതിശയമാണ്. സ്റ്റാൻലി കുഞ്ഞായിരുന്നപ്പോഴത്തെ ചില ഫോട്ടോകളൊക്കെ അയാൾ അവൾക്ക് കാണിച്ചു കൊടുത്തു. കുഞ്ഞുടുപ്പുമിട്ടൊരു കസേരയിൽ കാരണവരെ പോലെ ഞെളിഞ്ഞിരിക്കുകയാണ് സ്റ്റാൻലി. 3 വയസ്സ് പ്രായം കാണും. ഇനി ഒരെണ്ണം കമിഴ്ന്ന് കിടന്ന് തലപൊക്കി നോക്കുന്നതാണ്. ചിരിക്കണോ കരയണോ എന്ന് സംശയിക്കുന്ന മുഖഭാവം. അതവൻ നിലത്ത് കമിഴ്ന്ന് കിടന്നപ്പോൾ എടുത്ത പടവാ മോളെ. 3 മാസമേ ഉള്ളൂ പ്രായം. അടുത്ത ചിത്രം കൈകാൽ മുട്ടുകൾ നിലത്തൂന്നി തല മാത്രം അല്പം ഉയർത്തി നിൽക്കുന്ന മട്ടിലുള്ളതാണ്. 6 മാസം പ്രായം. ഔതക്കുട്ടിച്ചാൻ പറയുകയാ, ഇതൊക്കെ എന്നും കണ്ടിട്ടാണ് ഞാൻ അങ്ങോട്ട് വരുന്നത്. അന്നേരം അവൻ എൻ്റെ അടുത്ത് വലിയ കേണൽ കളിക്കാൻ വന്നാൽ ഞാൻ സമ്മതിച്ചു കൊടുക്കുവോ? ഔതക്കുട്ടിച്ചായൻ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ മുറ്റത്തൊരു ജീപ്പിൻ്റെ ഇരമ്പൽ കേട്ടു. റോബിച്ചനാ. അവൾ ഫോൺ ചെയ്തു വരുത്തിയതാ, അല്ലെങ്കിൽ ഇത്ര പെട്ടെന്നൊന്നും വരികയില്ല. ജീപ്പ് നിർത്തിയിട്ട് റോബർട്ട് അതിൽ നിന്നും ഇറങ്ങി വീടിനുള്ളിലേക്ക് വന്നു. ഇരിപ്പുമുറിയിൽ സ്റ്റാൻലി ഇരിക്കുന്നത് കണ്ട് ഒരു നിമിഷം സ്വിച്ചിട്ടതുപോലെ നിന്നു. എന്നിട്ട് ഭംഗി വാക്കെന്ന പോലെ ചോദിക്കുകയാണ്, അല്ല ലാലിച്ചാൻ എപ്പോഴാണ് വന്നത്? ഒറ്റയ്ക്കേ ഉള്ളോ? ഒറ്റയ്ക്കല്ലടാ, നിന്റെ അപ്പനും ഉണ്ട്, പിന്നെ എൻ്റെ മോളുണ്ട്. ആര്? ടാനിയ മോളോ അതോ ടെൽസയോ? അതൊന്നുമല്ല, ഞാൻ പരിചയപ്പെടുത്തി തരാം. തുടർന്ന് സ്റ്റാൻലി അലീനയെ ശബ്ദമുയർത്തി വിളിച്ചു. നിമിഷ നേരത്തിനുള്ളിൽ അലീനയും പിന്നാലെ ഔതക്കുട്ടിച്ചായനും ഇരിപ്പുമുറിയിലെത്തി. അലീന, ഇത് നിന്റെ ഇളയച്ചനാണ്, അതായത് എൻ്റെ അനുജൻ, അപ്പച്ചൻ്റെ ഇളയ മോൻ. നിനക്കിവനെ അങ്കിളെന്നോ റോബി പാപ്പനെന്നോ വിളിക്കാം. അലീന കൗതുകത്തോടെ റോബർട്ടിൻ്റെ മുഖത്തേക്ക് നോക്കി. ആള് തൻ്റെ നേർക്ക് നോക്കുന്നു പോലുമില്ല. കഴുത്തിൽ അല്പം മസിൽ കൂടുതലുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. റോബി, ഇതാണ് എൻ്റെ മൂത്ത മകൾ. പേര് കേട്ടല്ലോ, അലീന. ഉടനെ റോബി തെല്ലൊരു അനിഷ്ടത്തോടു കൂടി പറയുകയാണ്, മുമ്പെങ്ങും ഇങ്ങനൊരു പേര് കേട്ടിട്ടില്ല, അതാ ഒരു സംശയം. പെട്ടെന്ന് മുഖത്തടിക്കുന്നത് പോലെ സ്റ്റാൻലി പറയുകയാണ്, എൻ്റെ മോളുടെ പേര് മുമ്പ് നീ കേൾക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് നിന്റെ അപ്പച്ചനോട് ചോദിച്ചാൽ മതി, പറഞ്ഞു തരും. എന്നിട്ട് ഉടൻ തന്നെ സ്റ്റാൻലി അങ്ങ് എഴുന്നേറ്റു. ഞാനിവളെ ഇവിടെ നിർത്തിയിട്ട് പോവാ. ഇവളെ ആരെങ്കിലും നുള്ളി നോവിച്ചെന്നോ വഴക്ക് പറഞ്ഞ് കരയിപ്പിച്ചെന്നോ ഞാൻ കേൾക്കാൻ ഇടവരരുത്. റോബർട്ട് മിണ്ടാതെ നിൽക്കുകയാണ്. നിനക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞേക്കണം. അപ്പോൾ റോബർട്ട്, തൊണ്ടയിൽ പഴുത്താൽ ഇറക്കാനല്ലേ നിവർത്തിയുള്ളൂ. അത്രയും ചെയ്താൽ മതി. സ്റ്റാൻലി സമ്മതിച്ചു. എന്നിട്ട് അലീനയുടെ നേർക്ക് തിരിഞ്ഞു. ഞാനൊന്ന് കറങ്ങിയിട്ടേ വരൂ. തിരുവനന്തപുരത്ത് പാങ്ങോട് വരെ പോകണം. എൻ്റെ ചില ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ എറണാകുളത്തേക്ക് പോകും. ഇവിടുന്ന് പോയേക്കാമെന്ന് തോന്നുമ്പോൾ ഒന്ന് റിങ് ചെയ്താൽ മതി, കേട്ടല്ലോ? അലീന തലയാട്ടി. സ്റ്റാൻലി പുറത്തേക്ക് ഇറങ്ങി. തുടർന്ന് മുറ്റത്ത് കിടന്ന കാറിൽ കയറി സ്റ്റാർട്ട് ചെയ്ത് അയാൾ ഓടിച്ചു പോയി.
തോട്ടത്തിനപ്പുറം കാർ മറഞ്ഞു കഴിഞ്ഞപ്പോൾ അലീന നോട്ടം തിരിച്ചു. റോബർട്ട് എന്ന തന്റെ ഇളയച്ചൻ ഇതുവരെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നുവെന്ന് അവൾക്ക് മനസ്സിലായി. അബദ്ധമായതുപോലെ അയാൾ പെട്ടെന്ന് ദൃഷ്ടി മാറ്റി അകത്തേക്ക് കയറിപ്പോയി. ഉടനെ അലീന ഔതക്കുട്ടിച്ചായനോട് ചോദിക്കുകയാണ്, എവിടെയാണ് വല്യപ്പച്ചന്റെ റാണിമോൾ ഷെറിൻ ആന്റി? വാ, കാണിച്ചു തരാം. ഇത് പറഞ്ഞുകൊണ്ട് ഔതക്കുട്ടിച്ചായൻ അവളെ ഒരു റൂമിന് നേർക്ക് കൂട്ടിക്കൊണ്ടുപോയി. അതിന്റെ വാതിൽ ചാരിയിട്ടിരുന്നു. അതൊരു വലിയ നിഗൂഢതയുടെ കവാടമാണെന്ന് അലീനയ്ക്ക് തോന്നി. താനത് തുറക്കുവാൻ പോവുകയാണെന്നും. മഴ തോരും മുൻപ് എന്ന പരമ്പരയിൽ ഉടൻ വരുവാൻ പോകുന്ന ദൃശ്യവിസ്മയങ്ങളെക്കുറിച്ചാണ് നിങ്ങൾ ഇതുവരെയും കേട്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഹൈപ്പ് ചെയ്യുവാനും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത്. ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ ബൈ.